എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ഹൗസിലെ വിശേഷങ്ങളും ഞെട്ടിക്കുന്ന അപ്ഡേറ്റുകളായി നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമേ എത്താൻ ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ 8ാം ആഴ്ചയിലെ വോട്ടിംഗ് ആവേശകരമായി പുരോഗമിക്കുകയാണ്. പുതിയ നോമിനേഷൻ ലിസ്റ്റും വോട്ടിംഗ് ഫലങ്ങളും പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിവരെയുള്ള ഏറ്റവും പുതിയ ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് ഫലങ്ങൾ പുറത്തുവരുമ്പോൾ ആരുടെയെല്ലാം എലിമിനേഷൻ ഭീഷണിയാണ് വർദ്ധിച്ചിരിക്കുന്നതെന്നും ആരൊക്കെയാണ് സുരക്ഷിതരായി മുന്നോട്ടു പോകുന്നതെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. വോട്ടിംഗ് പട്ടികയുടെ തലപ്പത്ത് അനീഷ് 7214 വോട്ടുകളുമായി 1ാം സ്ഥാനത്ത് ശക്തമായി തന്റെ സ്ഥാനം പിടിച്ചടക്കി വീണ്ടും തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ മികച്ച പ്രകടനമാണ് അനീഷിന് ഈ ലീഡ് നേടിക്കൊടുത്തത്. തൊട്ടു പിന്നിൽ ഷാനവാസ് 6708 വോട്ടുകളുമായി 2ാം സ്ഥാനത്ത് സുരക്ഷിതമായി നിലയുറപ്പിച്ചു. ഇരുവരും തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. നേരത്തെ താഴെ സ്ഥാനത്തായിരുന്ന ആദില ഇപ്പോൾ 5375 വോട്ടുകളുമായി 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ആദിലയുടെ ഒരു തിരിച്ചുവരവ് തന്നെയാണിത്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ ആദ്യം താഴെ തട്ടിലായിരുന്ന ലക്ഷ്മി 5041 വോട്ടുകളുമായി ഈ ആഴ്ചയിലെ തുടക്കത്തിൽ തന്നെ 4ാം സ്ഥാനത്തേക്ക് മുന്നേറി തുടരുന്നത് പ്രേക്ഷകരെ ഞെട്ടിച്ചിട്ടുണ്ട്. മധ്യനിരയിലേക്ക് വരുമ്പോൾ അക്ബർ 4682 വോട്ടുകളുമായി 5ാം സ്ഥാനത്ത് തുടരുമ്പോൾ ജിസൽ 4127 വോട്ടുകളുമായി 6ാം സ്ഥാനത്തും ജിഷിൻ 3740 വോട്ടുകളുമായി 7ാം സ്ഥാനത്തും നിൽക്കുന്നു. 8ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ആര്യൻ 3566 വോട്ടുകളുമായി അപകടത്തിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. താഴെത്തട്ടിലേക്ക് വരുമ്പോൾ ബിന്നി 3049 വോട്ടുകളുമായി 9ാം സ്ഥാനത്തും സാബുമാൻ 2638 വോട്ടുകളുമായി 10ാം സ്ഥാനത്തുമാണിപ്പോൾ. ഏറ്റവും നിർണായകമായ താഴത്തെ സ്ഥാനത്ത് അഭിലാഷ് 1864 വോട്ടുകളുമായി എലിമിനേഷൻ ഭീഷണിയിലാണ്. വരും മണിക്കൂറുകളിൽ ശക്തമായ മുന്നേറ്റം നടത്തിയാൽ മാത്രമേ അഭിലാഷിന് ഈ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. എന്തായാലും കണ്ടറിയാം വരും മണിക്കൂറിലെ വോട്ടിംഗ് ഫലങ്ങൾ എങ്ങനെയാകും ഇതിനെയെല്ലാം മാറ്റിമറിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥിയുടെ പേരും അവരുടെ പെർഫോമൻസിനെ പറ്റിയും താഴെയൊന്ന് കമന്റ് ചെയ്യുക. മാത്രമല്ല ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.